ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് തൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള സർവ്വജനവും പേർവഴി ചാർത്തപ്പെടണം എന്ന കൽപ്പന അഗസ്തോസ് കൈസരിൽ നിന്നും പുറപ്പെട്ടു. സിറിയയിൽ കൂറിനോസ് നാടുവാഴിയായിരിക്കുമ്പോൾ ഈ പേർവഴി ചാർത്തൽ ആദ്യത്തേതായിരുന്നു. അവരവരുടെ നഗരിയിൽ പേർവഴി ചാർത്തപ്പെടേണ്ടതിനായി എല്ലാവരും പോയിക്കൊണ്ടിരുന്നു. യൗസേഫും ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതുകൊണ്ട് യഹൂദയിൽ ബെത്ലഹേം എന്ന് വിളിക്കപ്പെടുന്ന ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് ഗലീലയിലെ നസ്രേത്ത് പട്ടണത്തിൽ നിന്നും തനിക്ക് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഗർഭിണിയായ മറിയാമിനോട് കൂടെ പേർവഴി ചാർത്തപ്പെടുവാനായി പോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. അനേകം വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ BC 740 മുതൽ BC 670 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മീഖ എന്ന ഒരു മനുഷ്യൻ. അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഒരു പ്രവാചകനായി ദൈവം അവനിലൂടെ അവൻ്റെ ജനങ്ങൾക്ക് ദൂത് അറിയിക്കുന്ന സമയം, ആ പ്രവാചകൻ അന്നത്തെ ഇസ്രായേൽ ജനത്തിന് ഒരു ദൂത് കൊടുക്കുകയാണ്. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ വംശങ്ങളിൽ ആയിരങ്ങളിൽ ചെറുതാണെങ്കിലും എനിക്കായി എൻ്റെ ജനത്തെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അവൻ ആദിയിലേ ഉള്ളവനാകുന്നു. ലോകം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവനുണ്ട്. അതെ, ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കുന്നു എന്ന് അവൻ്റെ ജനത്തിനോടായി 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ക്രിസ്തു ജനിക്കുന്നതിനും 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മീഖാ പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു ഭാഗം. ദൈവം ഈ മീഖാ പ്രവാചകനിലൂടെ പ്രവചിച്ചതുപോലെ ബെത്ലഹേമിൽ താൻ ജനിക്കണം എന്നുള്ളതുകൊണ്ട് ദൈവം തൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അന്നത്തെ ഭരണാധികാരിയായിരുന്ന അഗസ്തോസ് കൈസരിനെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. ഈ ഭരണാധികാരിയുടെ ഉത്തരവ് പ്രകാരമാണ് അന്ന് അവിടെ ഒരു സെൻസസ് നടക്കുന്നത്. യോസേഫും മേരിയും അവരുടെ കുടുംബവും വംശവും യഹൂദയിൽ ബെത്ലഹേമിൽ നിന്നുള്ള ദാവീദിൻ്റെ പട്ടണത്തിലുള്ളവരായിരുന്നതുകൊണ്ട് അവിടേക്ക് പോകാൻ നിർബന്ധിതമാകുകയാണ്. ബെത്ലഹേം എന്ന ആ മനോഹരമായ ഗ്രാമം, അപ്പത്തിൻ്റെ വീട് എന്നർത്ഥമുള്ള ആ സ്ഥലം നമുക്കറിയാം. യെരുശലേമിന് ഏകദേശം 10 കിലോമീറ്റർ തെക്ക് ഭാഗത്തായി കിടക്കുന്ന ഒരു ഗ്രാമമാണ്. അബ്രഹാമിൻ്റെ കൊച്ചുമകൻ യാക്കോബിൻ്റെ ഭാര്യ റാഹേൽ മരണമടഞ്ഞതും പിന്നീട് അടക്കപ്പെട്ടതുമായ ആ ഒരു സ്ഥലമാണ് ബെത്ലഹേം. വീണ്ടും ധനികനായ പ്രഭു ബോവസ് മോവാബ്യ സ്ത്രീയായിരുന്ന രൂത്തിനെ വിവാഹം കഴിച്ച് ജീവിച്ച സ്ഥലവും ബെത്ലഹേമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, ദാവീദ് രാജാവ് ജനിച്ചു വളർന്ന നാട്, ദാവീദിൻ്റെ പട്ടാഭിഷേകം നടന്ന സ്ഥലം, പിന്നീട് ദാവീദിൻ്റെ നഗരം എന്നറിയപ്പെട്ട സ്ഥലം. ആ സ്ഥലം ഇന്ന് ഒരു പുണ്യ ഭൂമിയായി വിരാജിക്കുന്നു. തിരുപ്പിറവി പള്ളി, ചർച്ച് ഓഫ് നേറ്റിവിറ്റി, ക്രിസ്തു ജനിച്ച സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളി നിൽക്കുന്ന ബെത്ലഹേം. യേശുവിൻ്റെ ജനന സ്ഥലത്ത് എത്തണമെങ്കിൽ ആ പള്ളിയുടെ ഏകദേശം മധ്യഭാഗത്തിൽ 18 പടികൾ താഴേക്കിറങ്ങി നമ്മളൊരു ഗുഹയിൽ പ്രവേശിക്കണം. ആ ഗുഹയിൽ ഉള്ള അൾത്താരയിൽ നമുക്ക് 14 ആരക്കാലുകളുള്ള ഒരു വെള്ളി നക്ഷത്രം മാർബിൾ തറയിൽ പതിപ്പിച്ച് കാണാം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ വംശാവലി പട്ടികയിൽ പറയുന്ന അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകൾ, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറകൾ, തുടർന്ന് ക്രിസ്തു വരെ 14 തലമുറകൾ എന്ന ആ 14 തലമുറകളുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ നക്ഷത്രത്തിന് 14 ആരക്കാലുകൾ
ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ലത്തീൻ ഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കന്യകയായിരുന്ന മറിയയുടെ മകനായ യേശു ക്രിസ്തു ഇവിടെ ജനിച്ചു എന്ന ഒരു വാക്യം. ദൈവമേ, ഇന്ന് നിൻ്റെ തിരുപ്പിറവിയുടെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ വന്ന് ജനിച്ച് നിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശമുള്ള ഹൃദയമാക്കി മാറ്റി. കർത്താവെ, വിശുദ്ധിയോടും സ്തുതികളോടും ആരാധനകളോടും കൂടി നിന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരവേൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.